മച്ചന്മാരെ അലിൽ ഷെയ്ഖാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മുടെ കേരളത്തിലെ പ്രിയ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് കേട്ടോ. കാരണം എനിക്ക് ഒന്ന് രണ്ട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിരുന്നു, ലക്ഷദ്വീപിലോട്ട് വരാനുള്ള പെർമിറ്റ് അവരുടെ കയ്യിലുണ്ട്, ടിക്കറ്റ് എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. ടിക്കറ്റ് എടുത്ത് കൊടുക്കാൻ എന്തായാലും എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ ഞാൻ കാരണം എന്താണെന്ന് ചോദിച്ചു, എന്താ പെർമിറ്റ് എടുത്തിട്ട് ടിക്കറ്റ് കിട്ടാത്ത എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അവർക്കറിയാവുന്ന ഒരു കൂട്ടുകാരൻ പെർമിറ്റൊക്കെ എടുത്തു തന്നു, പക്ഷേ ടിക്കറ്റ് എടുക്കാൻ ആൾ കൂട്ടാക്കിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെറുതായിട്ട് ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് ആ കൂട്ടുകാരനോട്. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഈ കാര്യം തുറന്നു പറയുകയാണ്. നമ്മുടെ ലക്ഷദ്വീപുകാർക്കാണ് ഇവിടെ ടിക്കറ്റ് കിട്ടാൻ വലിയ പാടാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബക്കാർ കൂട്ടുകാരൊക്കെ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റാതെയും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റാതെയും ട്രീറ്റ്മെൻറ്റിനും ആവശ്യങ്ങൾക്കൊക്കെ പോകാൻ പറ്റാതെ ഇവിടെ കെട്ടിക്കിടപ്പാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തരാൻ പറ്റില്ല, സഹതാപം കൊണ്ടാണ്. അല്ല, നിങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ വന്ന് നമ്മുടെ ലക്ഷദ്വീപ് കാണുക എന്നുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളെ സ്വീകരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ, ഞങ്ങൾ ദ്വീപുകാർക്ക്. പക്ഷേ ഞങ്ങളുടെ സാഹചര്യം ഇപ്പോൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്തു തരാൻ പറഞ്ഞാൽ എടുത്തു തരാൻ പറ്റാത്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ, നിങ്ങൾ ലക്ഷദ്വീപിലുള്ള പാക്കേജുകൾ എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുക. കാരണം പെർമിറ്റ് ഹോൾഡേഴ്സിന് വേണ്ടി 15% ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ടിക്കറ്റുമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാം. അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വന്നിട്ട് തിരിച്ചു പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് കിട്ടിയാലും ഇവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരുപാട് ദിവസം ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മാക്സിമം പാക്കേജ് എടുത്തിട്ട് യാത്ര ചെയ്യാൻ നോക്കുക. ഒരുപാട് പാക്കേജുകാരുണ്ട്, അത് പാക്കേജ് ചെയ്യുന്നത് എൻ്റെ പരിപാടിയല്ല. എങ്കിലും ഞാൻ പറയുകയാണ്, പാക്കേജൊക്കെ എടുത്തിട്ട് ഒരുപാട് നല്ല നല്ല പാക്കേജ് ലക്ഷദ്വീപിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാക്കേജ് എടുത്തിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് ടിക്കറ്റിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഞങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് എനിക്കെന്നല്ല, ഏകദേശം ലക്ഷദ്വീപിലുള്ള എല്ലാവർക്കും പറയാനുള്ളത് ഇത് തന്നെയായിരിക്കും.